ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് റാന്നിയിലാണ് സുഹൃത്തുക്കൾ. നമ്മൾ അരുൺ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. അടിപൊളി വീടല്ലേ? ഇന്നലെ ഇവിടെ സ്റ്റേ നൈസായിരുന്നു. ഇന്നലെ നൈറ്റ് വന്നപ്പോൾ തന്നെ ആ ലൈറ്റും ഫുള്ള് ചെടികളും അടിപൊളിയാട്ടോ. അത് മാത്രമല്ല ഇവിടെ ഭയങ്കര നമ്മളെ ക്ലൈമറ്റ് കണക്കല്ല, നല്ല തണുപ്പും വെള്ളത്തിനൊക്കെ തണുപ്പുക. കാരണം ഇതൊരു മലയോര പ്രദേശമാണ്. റാന്നി അറിയാം, റാന്നി കോന്നി ഇങ്ങനെയൊക്കെ അറിയാമല്ലോ, ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു വൈബ് അടിപൊളിയാട്ടോ. റോഡായാലും ഇവിടെ താമസിക്കാനായാലും സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു. ഇന്നലെ വന്ന് എനിക്കും മൃദുലേക്ക് മാത്രമല്ല ഇപ്പോൾ പ്രശ്നം, എനിക്ക് ലൂസ് മോഷൻ, എനിക്ക് എനിക്ക് ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ മൊത്തം കൂടെ പോവുക. അമ്പൂട്ടിന് പനിയായി തുടങ്ങിയെന്ന് തോന്നുന്നു. അമ്പൂട്ടിന്റെ തൊണ്ട അടച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയോ പണിപാളി. ഫുഡ് എനിക്ക് ഇന്നലെ കഴിച്ച ഫിഷ് എനിക്ക് വയറ്റിൽ പിടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അവിടെ ഫ്ലോപ്പായെന്നാണ് തോന്നുന്നത്. കാരണം ഓവർ മസാലയും ഓവർ പുളിയും, ഈ മീൻ തന്നെ അത് ഫ്രഷ് മീനായിരുന്നു എന്നൊന്നും പോലും എനിക്ക് അറിയത്തില്ല. സത്യമായിട്ടും ഫ്രഷ് മീനാണോ എന്ന് പോലും അറിയത്തില്ല. തിന്നപ്പോൾ തന്നെ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, നമ്മളത് ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് മാക്സിമം കഴിക്കുന്നതിൻ്റെ പരമാവധി കഴിച്ചു. ഇല്ലേ ഉള്ളതിലെ ഇവിടെ അടുപ്പതിന് അനുഭവിക്കുന്നു. അല്ല, ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി ഹോട്ടൽ ഫുഡില്ല, കഞ്ഞി 2-3 ദിവസത്തേക്ക് കഞ്ഞി പൊടിയേരി പോകുന്ന വഴിക്ക് വാങ്ങാൻ കേട്ടോ. പയ്യ മടുത്ത് ഇന്ന് 4 വട്ടം വെളുപ്പാങ്കാലം തൊട്ട് രാത്രി തൊട്ട് പോയത്. ഉറങ്ങി. ഞാൻ അനുഭവിക്കുക ഇനി ഒന്നുമില്ല, ഞാനങ്ങ് വിയർക്കുക. അപ്പൊ എന്തോ ചെടികളാണ് മൃത ഇവിടെ ഉള്ളേ. ചെടി നോണ്ട കൊണ്ടമാന ചെടി കേട്ടോ ഇവിടെ അകത്തും. ഡേയ്, ഇത് എങ്ങോട്ട് പോകുന്നത്? മോഹൻലാലോ ചെരിഞ്ഞൊക്കെ പോവാൻ. അതെ, കലാത്തി തന്നെ ഉണ്ട് ഗൈസ്. നമ്മുടെ കലാത്തി ഉണ്ട്. ഇതുണ്ട് ചെമ്പകം, അടുക്കൊരു ചെമ്പകം. കറക്റ്റ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇല്ലേ? വീട് നൈസായിട്ടുണ്ട്. അതെ, അങ്ങോട്ടും ഉണ്ട്. നമ്മളെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തേക്കുക. അതുകൊണ്ട് ഇവിടെ മാവ്, പ്ലാവ്, പേരയ്ക്ക, വേപ്പ്, എല്ലാ ഐറ്റംസും ഉണ്ട്. തെറ്റിയും ഹായ് ഉടമസ്ഥൻ വീടിന്റെ ഓർഡർ വരികയാണ് സുഹൃത്തുക്കളെ. ഇതാണ് അരുൺ ചേട്ടൻ, എൻ്റെ ഒരു ചേട്ടനാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ എങ്ങനെ കോണ്ടാക്ട് ആയി, എങ്ങനെ ഫ്രണ്ട്സ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനുമായിട്ടായിരുന്നു ആദ്യം ഫ്രണ്ട് ആയത്. പക്ഷെ ഇപ്പം നമ്മൾ ഭയങ്കര കമ്പനിയായി ഗ്രൂപ്പായി. ഞാൻ എന്താ പറയുക, നമ്മളിങ്ങനെ ബാറ്ററി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഏട്ടനെ വിളിക്കും, എനിക്ക് ഫുൾ ചാർജ് ആക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം അത്രയ്ക്കൊരു മോട്ടിവേറ്റർ, ഒരു മെൻ്റൽ സപ്പോർട്ടറൊക്കെയാണ് അരുൺ ചേട്ടൻ. സ്വന്തം ചേട്ടനെ പോലെയാണ്. അപ്പോൾ അരുൺ ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ കോന്നി? അടിപൊളിയല്ലേ? എറണാകുളത്ത് IT-യിലാണ് രണ്ടുപേരും, ഹസ്ബൻഡും വൈഫും. ഒരു IT-യിലാണ് വർക്ക് ചെയ്യുന്നത്, വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് എറണാകുളത്തായിരുന്നു. അങ്ങനെ എറണാകുളത്തെ തിരക്കിട്ട ജീവിതമൊക്കെ മടുത്തിട്ട് ഇവിടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് വന്ന് ചേക്കേറിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് എത്ര കൊല്ലമായി? 2 വർഷം. എങ്ങനെ? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? അടിപൊളി. പീസ് ഓഫ് മൈൻഡ് ആണ്. അതെ. അപ്പോൾ പിന്നെ എല്ലാ ചെടികളും ഉണ്ട്. ഇതൊക്കെ ആരാ കെയർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മളിവിടെ കുറച്ച് ചെടി വെച്ചിട്ട് തന്നെ കെയർ ചെയ്യാൻ പയ്യ. നമ്മൾ രണ്ടുപേരും ചെടിപ്രാന്ത്, ഈ പൂക്കളോടൊക്കെ പ്രാന്ത്. ചേട്ടൻ എന്നാലും പറയായിരുന്നു ഇവിടെ ഇരുന്ന്, ഞാൻ ഇങ്ങനെ സംസാരിക്കൂടാ ചെടികളോടൊക്കെ, എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഞാൻ മാവ് എന്താ മാവ് പൂക്കാത്തെ? കാരണം അത് മനസ്സിലാവുന്നവർക്ക് കണക്ട് ആവത്തുള്ളൂ അല്ലേ? അതും ചെടി അത്രമാത്രം നമ്മുടെ നാട്ടിൽ പണ്ട് പണിക്ക് വരുന്നവരും എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ പറയായിരുന്നു ഈ മരങ്ങളോടൊക്കെ സംസാരിക്കണം. ആണല്ലേ? ഇതിപ്പോ അടുത്ത കൊല്ലം പറ്റിക്കണം, എന്താ കായ്ക്കാത്തെന്ന് ചോദിച്ചു. അപ്പൊ ഇത് ആരുടെ ഐഡിയ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തത്? ഇതെല്ലാം ഇങ്ങനെ ഗാർഡൻ ഏരിയ ഫുൾ പ്ലാൻ അശ്വിന്റെ, അതായത് നെട്ടയത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനി. അവൻ ആർക്കിടെക്റ്റാ, അവന് കൺസ്ട്രക്ഷനും ഉണ്ട്. 22 വർഷത്തെ ലെഗസിയാണ്. അവർക്ക് നമ്മള് ഫ്രീഡം കൊടുത്തു. ഞാൻ പറഞ്ഞു പുറമെ വലിയ വെച്ചുകെട്ടലൊന്നും വേണ്ട, പക്ഷെ അകത്ത് സൺലൈറ്റ്, കാറ്റ്, വെളിച്ചമൊക്കെ കയറി ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഫസ്റ്റ് വന്നപ്പോ ഉള്ളൊരു ഇംപ്രഷൻ അടിപൊളിയായിരുന്നു. ലൈറ്റും അടിപൊളിയായിരുന്നു. ഹായ്, പേര് പറ. ആര്യ. ഇച്ചിരി ഉള്ളായിരുന്നു മൃദുല. എല്ലാം ചെറിയ ചെടികളാണ്. അറിയാമല്ലോ ചെടികളുടെ വില, അതിനനുസരിച്ചാ വില. എനിക്ക് ഈ ചെമ്പകമൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു, ഇച്ചിരി വലുതായിട്ടുള്ളത്. ചെമ്പകം ഒരു 5 അടി പൊക്കം ഉണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് അതൊരു വാ യാത്രയൊക്കെ കഴിഞ്ഞ് പോണ്ടേ? അമ്മച്ചിക്ക് അച്ഛനും ഇളക്കം കൂട്ടിട്ട് ഇന്ന് ഇച്ചിരി ആക്റ്റീവ് കുറവാ. ഇന്ന് മിക്കവാറും നമ്മൾ കാണിക്കുന്ന ഡോക്ടറിനെ കൊണ്ട് കാണിക്കേണ്ടി വരും കേട്ടോ. വീടിനകം ഫുള്ള് പ്രകാശം, വേറെ ഒരു ലൈറ്റ് ഇട്ടതിൽ പോലും അടിപൊളിയാണ്. വേണ്ട. അതെ. പിന്നെ അതുമല്ല ചെടികളും അകത്തും ഉണ്ട്. ഇതെല്ലാം ചെടി പുതിയ പൂജാമുറി, നമ്മളെ പൂജ ഇവിടെ ഇത് നമ്മളോട് ഉണ്ട്. സ്നേക്ക് പ്ലാന്റ് പല വെറൈറ്റീസ് ഉണ്ട്.
ഇത് ഈ വെറൈറ്റി നമ്മളില്ലല്ലോ ഇത് കൊള്ളാം കേട്ടോ. ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ട് രാത്രി ഈ ലൈറ്റൊക്കെ ഇടുമ്പോൾ കിടിലുമാണ്. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഈ ഗ്ലാസ്സിലും എല്ലായിടത്തും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് നമുക്ക് കയറി വരുമ്പോഴുള്ള സ്ഥലം. കയറി വരുമ്പോഴേ പൂജാമുറി. ഇവിടെ TV യൂണിറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡൈനിങ് ഏരിയ. നമ്മളിന്ന് രാവിലെ വിട്ടിരുന്ന ഇഡലിയും സാമ്പാറൊക്കെ കഴിച്ചത്. ഇത് നമ്മളിവിടെ കോന്നിയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മളിത് വരച്ചു കൊടുത്തിട്ട് എല്ലാം അവര് ചെയ്തത്. ഇതൊക്കെ ചേട്ടൻ പർച്ചേസ് ചെയ്താണ് അത് അവര് ചെയ്യിപ്പിച്ചതാ. അതെ, കിച്ചൺ നമ്മൾ ചെറിയൊരു ബാർ കൗണ്ടർ പോലൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാറുണ്ട്? അതാ ചുമ്മാ കഴിക്കാറുണ്ട്? ഇവിടെ ഇരുന്ന് കഴിക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ അടുക്കള അല്ല, ചെറിയ അടുക്കള വർക്ക് ഏരിയ പോലെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഷോ കിച്ചൺ ഇല്ല. അതെ അതെ. ഇനി അതെ, ഇവിടെ ഒരു ലോങ് ഗ്ലാസ് ഏരിയ ഉണ്ട്. ഇത് തുറന്നിട്ട നല്ല അടിപൊളി വെട്ടമാണ് കേട്ടോ. കണ്ടോ, ഇത്രയും ഒരു പോർഷൻ ഗ്ലാസ് ആണ്. ഇതും തുറന്നിട്ട് അതും ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റിന്റെ കാര്യത്തിൽ കേട്ടില്ല അല്ലേ? ലൈറ്റ് വേണ്ട. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ ഈ പശു വളർത്തലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഈ കൊതുക് വൈകുന്നേരം, അതുകൊണ്ട് നമ്മൾ മോസ്കിറ്റോ ഇട്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. കാരണം ലുക്ക് പോകുന്ന പറഞ്ഞിട്ടേ വരുന്ന വഴിക്ക് കൊക്കോ, ജാതിക്ക, ഏലം, കുരുമുളക്, ഇതിന്റെയൊക്കെ മെയിൻ സ്ഥലം. സപ്പോർട്ടുണ്ട്, ഞാവലുണ്ടായിരുന്നു, അച്ഛൻ കട്ട് ചെയ്ത് കളഞ്ഞു. എല്ലാം ഉണ്ട്. ജാതി 2-3 ഉണ്ട്. ഇന്നലെ ജാതിക്കയായിട്ട് നമുക്ക് വന്നപ്പം നാരങ്ങള തന്നു. ഇവിടെ ജാതിക്കയാണ് മെയിൻ സാധനം. ജാതിക്ക ഇഷ്ടം പോലെ അവൈലബിൾ ആട്ടോ. കുരുമുളക് നമ്മൾ എടുക്കാറില്ല. പിന്നെ ഇവിടെ വന്ന് ഞാനായിട്ട് കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ അച്ഛന് ആരോഗ്യമുള്ള സമയത്തെല്ലാം ചെയ്തിട്ടതാ. നമ്മള് ഞാനായിട്ട് അതിനകത്തൊന്ന് വെച്ചെന്ന് പറഞ്ഞാൽ പ്ലാവും 1-2 ചെറിയ വെച്ചതേ ഉള്ളൂ. ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിൽക്കുന്നതെല്ലാം നല്ല തണൽ വൃക്ഷം എന്നൊക്കെ പറയും കണ്ടാൽ. പക്ഷെ ഇത് ഡേഞ്ചറസ് ആണ്. ഈ മഹാഗണി ആർക്കും വേണ്ട. നമുക്ക് വെള്ളം വലിച്ചു ആ തടിക്ക് ഗുണമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കനം പല രീതിയിലൊന്നും എടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, പൊട്ടിക്കേറി പോകും. പക്ഷെ ഇതെല്ലാം ഇപ്പൊ ഫ്ലാറ്റുകളിലൊക്കെ കാട്ടുള്ള പക്ഷെ ഇവിടെ നമുക്ക് വില തന്നു കൊണ്ടുപോകില്ല. അതൊരു വലിയ മാഫിയ അവരുടെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യും. ഇതാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇതാരാ ചേറാ? ഇത് രമ്യയുടെ ചെയറാണ്. ചേച്ചിയുടെ ചെയറാണല്ലോ നല്ല ചെറ്. ഇതത്ര പോരാ. അപ്പൊ രണ്ടുപേരും ഇവിടെ ഇരുന്ന കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഫേസ് ടു ഫേസ് ഇരുന്ന വർക്ക് ചെയ്യുന്നത്. അടിപൊളി. കൊള്ളാം കൊള്ളാം കൊള്ളാം. വരച്ചാണല്ലേ? കൊള്ളാം. രസമുണ്ട്. അതെ, ഇതെല്ലാം സെയിം ആട്ടോ. നമ്മൾ കിടന്ന റൂം അതുകൊണ്ട് മൊത്തം 4 റൂമാണ് ഉള്ളത്. മൊത്തം ഫിറ്റിംഗ്സ് എല്ലാം. ഈ കിഡ്സ് വളരുന്നത് കൊണ്ട് ഞാൻ കിഡ്സ് ബെഡ്റൂം ഉണ്ടാക്കിയില്ല. കിഡ്സ് ബെഡ്റൂം വേണ്ട. ഇറങ്ങാം. ഇവിടുന്ന് പുളിഞ്ചിക്കയും എന്താ കഴിക്കുന്ന ചെറി ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. ജാതിക്ക, പുളിഞ്ചിക്ക, മാങ്ങ, പേരയ്ക്ക, മാങ്ങ, പിന്നെ ഇത് നീ ഇപ്പൊ വേറെന്തോയിരുന്നു മറ്റേ ചുമന്ന ചെറി, എല്ലാ ഐറ്റവും ഉണ്ട്. വൈബ്. ഇതൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം പറഞ്ഞു ഇവിടെ. ഇപ്പൊ സമയമില്ല, ഇപ്പൊ വണ്ടിക്കകത്ത് സ്ഥലവും ഇല്ല, ഡിക്കിക്കകത്ത് ഡ്രസ്സ് കാരണം വലിയ മുതലേ ഒരു ദിവസം പറഞ്ഞു ഇവിടെ. അപ്പൊ ബൈ. അപ്പൊ ഇനി എല്ലാരും ട്രിവാൻഡ്രത്തോട്ട് വരണം, നമുക്ക് പൊളിക്കണം. എടാ മോനെ ബൈ. അപ്പം ഓക്കെ. ടാറ്റ. അപ്പോൾ കൈസ് ഇനി നേരെ നമ്മളിവിടുന്ന് കൊട്ടാരക്കരയിലേക്ക് ലെറ്റ്സ് ഗോ. കൊട്ടാരക്കര നമുക്ക് ഗണപതി ക്ഷേത്രത്തിലൊന്ന് കയറണം കേട്ടോ, ചെറിയൊരു ആവശ്യമുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പം കൊട്ടാരക്കര ക്ഷേത്രത്തിലെത്തി. അപ്പോൾ കൊട്ടാരക്കര ക്ഷേത്രത്തിലാണ് അമ്പൂട്ടിന് നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ അന്ന് നമുക്ക് അന്നദാനം നടത്തണമെന്നുണ്ട് കേട്ടോ. അപ്പം ഗൂഗിളിൽ ഇവിടുത്തെ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കണില്ല ഇവിടെ. നമ്മൾ കുറേ ദിവസം കൊണ്ട് ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പോയി നമുക്ക് ഈ വരുന്ന ഡേറ്റിൽ ബുക്ക് ചെയ്യണോ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഏട്ടാ ഹലോ ഗൈസ് പറഞ്ഞപ്പോ വന്ദിച്ചു. അമ്പുവേ ചോറ് തന്നെ അപ്പൊ ഒട്ടനെ ചോറ് തന്നെ. ആ ക്ഷീണം അങ്ങ് മാറ്റിയേക്കാം. എന്താ പറയുന്നത്? പക്ഷെ കുറുക്കലേ ഉള്ളു കേട്ടോ, ചിക്കനൊന്നും കഴിക്കത്തില്ല ഇപ്പോഴേ. അപ്പൊ ഞാൻ പോയി തിരക്കിട്ട് വരും. നിങ്ങൾ ഇരിക്കാതെ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഗായ്സ്, നമ്മളെ കരിക്ക് കുടിക്കുന്ന സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തിരക്കി കേട്ടോ. അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. ഈ വരുന്ന മന്തോട്ടിൽ ഉത്സവം തുടങ്ങും. അതുകൊണ്ട് തന്നെ അന്നദാനവും രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ എല്ലാവരും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമില്ല. എനിക്കൊരു അന്നദാനം, കുഞ്ഞിന്റെ പേരിൽ ഒരു അന്നദാനം നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ചോറുകൊണ്ട് അന്ന് തന്നെ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വേറെ ആളുണ്ട്. അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ഡേറ്റ് നമുക്ക് നടത്താം.
അപ്പം അമ്പൂട്ടിനെ അവിടെ ചോറൂണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു, എല്ലാം റെഡിയാക്കി. ഇനിയിപ്പോ എല്ലാവരും ചോറൂണിനെ വിളിക്കണം. എന്തോ അമ്പുവേ വലിയ ശല്യമാണല്ലോ ഇത്. കരിക്ക് തരത്തില്ല, എനിക്ക് നിനക്ക് കാണിക്കില്ല. എന്ത് വേണ്ടേ? വന്നു കിടന്നു, നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഞാനും അമ്പൂട്ടിനും ഉറങ്ങി, മൃദുല ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ വയറ്റിനൊരു ചെറിയ സുഖമില്ലായ്മ. അങ്ങനെ മൃദുല വന്ന് പൊടിയേരി കഞ്ഞി വെച്ച്, നല്ല ചമ്മന്തി, പുളിഞ്ചിക്ക അച്ചാറ്, കഞ്ഞി ഗൈസ്, പൊടി കഞ്ഞി. അതെ, കുറച്ച് നേരം ഹോമിലി ഫുഡ് കഴിക്കാം. ഒന്ന് ഉറങ്ങി കഴിഞ്ഞപ്പം ഒരാശ്വാസം. പക്ഷെ വിശന്നാണ് എണീറ്റ്. അടിപൊളിയടി. സൂപ്പർ. ഓ, പയറുതോരനെ ഉണ്ട് കേട്ടോ, പ്രോട്ടീൻ റിച്ച് ആണ്. ദേ ഞാൻ നേരത്തെ എണീറ്റു, അമ്പൂട്ടെന്താ ഇപ്പം ഉറക്കണീറ്റ്. മൃദുല ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന തിരക്കിലാണ് സുഹൃത്തുക്കളെ. ഇത് വന്നങ്ങ് മൃദുലക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു കേട്ടാ. എനിക്ക് അമ്പൂനും ജോലി ഉണ്ടായിരുന്നു അല്ലേ. നമ്മള് പാല് കുടിച്ചിടന്ന് ഉറങ്ങി. അമ്പൂട്ടിന് എന്തൊരു ഉറക്കമായിരുന്നു അറിയോ, ഭയങ്കര ഉറക്കമായിരുന്നു. വിയർക്കുന്ന അത് കരഞ്ഞിരിക്കുന്നുണ്ടോ, കണ്ണീര് വന്നിരിക്കുന്നുണ്ടോ. ഉറക്കത്തിൽ എണീറ്റ് പതിവില്ലാത്ത കണക്ക് ഒറ്റയ്ക്ക് ഉറക്കത്തിൽ എണീക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരഞ്ഞു കളയും, പേടിച്ചിട്ട് ഉറക്ക കരയും. കണ്ണീരൊക്കെ വന്നിങ്ങനെ ഇരിക്കുവാ. എന്നാ അരുൺ ചേട്ടന്റെ വീട്ടിലെ ചെടി കാണുമ്പോ നമ്മളവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നില്ലേ? അയ്യോ, നമ്മളോട് പറയും ചെയ്തു ഒരു കവറെടുത്ത് കുറച്ച് കല്ലൊക്കെ എന്തോ ഒരു ചെടി അരുൺ ചേട്ടന്റെ വീട്ടില്. സെറ്റ് വീടല്ലേ കൈ, സത്യത്തിൽ നല്ല വീടല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയല്ലേ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നതും. എന്തോ എന്റെ ടേസ്റ്റിനനുസരിച്ച് ചെയ്ത കണക്ക് എനിക്ക് തോന്നുന്നു അല്ലേ. റെസ്റ്റ് ഇല്ല. അയ്യോ എന്തോ ചെയ്യുന്നേ? സാമ്പാറിന് കടു, സാമ്പാറും വെച്ച് കഞ്ഞിയും വെച്ച്. എന്തെങ്കിലും ഒന്നും മതിയായിരുന്നല്ലോ, എല്ലാം കൂടി എന്തിനാ മൃദുലേ വെക്കുന്നേ? കഞ്ഞി കഞ്ഞി മതിയെന്ന് എന്നോട് ഉച്ചയ്ക്ക് ഒരാള് പറഞ്ഞു. എന്റെ പുളിവെള്ളം, അയ്യോ പുളിവെള്ളം, എന്റെ ചന്തി പറ്റി പുളിവെള്ളം. രാത്രി ആയപ്പോ ഒരാള് ദോശ കിട്ടിയാ കൊള്ളായിരുന്നു. അടിപൊളി പുളിവെള്ളം. സാമ്പാർ റെഡി ആയോ? സാമ്പാറൊക്കെ റെഡിയായി. ഇതങ്ങോട്ട് ഒഴിക്കുക, അത്രേ ഉള്ളൂ. പല രീതിയിൽ ആൾക്കാർ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇതാണ് മൃദുലയുടെ രീതി. നേരത്തെ എടുത്ത് ഒഴിക്കണ്ടായിരുന്നു, വീഡിയോ എടുത്തോണ്ടിരുന്നതുകൊണ്ട്. ഇനി സംഭവം പറയുമ്പോ ഇതിന് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പറയും ഞാൻ ഇനി വീഡിയോ എടുത്തോണ്ടാണ് ഇതിങ്ങനെ ആയെന്ന് പറയും. സീരിയസ്ലി ആരെങ്കിലും തലക്കടിച്ചേൽപ്പിക്കാൻ നിൽക്കോ അത് നോക്കും കേട്ടോ. ശരി അവിടെ സാമ്പാറുണ്ടോ നോക്കട്ടെ. ഈ കഞ്ഞി ആർക്ക് എടുത്തോണ്ട് വെച്ചേക്കുന്നേ? നിനക്ക് കഞ്ഞി ചമ്മന്തി സാമ്പാർ റെഡി. താങ്കൾ എന്തുകൊണ്ട് കഞ്ഞി കുടിക്കുന്നു? എന്താ ദോശ വേണ്ട? കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ കഞ്ഞി മതി. പ്ലെയിൻ ദോശ. വടയില്ലേ? വടയില്ല, വട ഇടാൻ എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ ഹോട്ടലുകളിലൊന്നും ഞാൻ കഷ്ണം കിട്ടാറില്ലേ അല്ലേ? ഇവിടെ ഏട്ടൻ വാങ്ങിച്ചോണ്ടിട്ടുണ്ടല്ലോ. ഉരുളൻകിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അടിപൊളി സൂപ്പർ സാമ്പാർ. നീ ഇടയ്ക്ക് വെച്ചതിൽ ഏറ്റവും നല്ല സാമ്പാർ. 100 എണ്ണം ഇതുപോലെ നല്ലത് വെച്ച് കൊടുക്കേ, ഒരെണ്ണം അങ്ങനെ ഫ്ലോപ്പ് ആയ പിന്നെ തീർന്നു. അതെങ്ങനെ? അതാണ് പറഞ്ഞ 10 എണ്ണം വയ്ക്കും, ഒരു വട്ടം നല്ലോണം വയ്ക്കും. ഇന്നത്തെ എന്ന് വെച്ച എല്ലാം സൂപ്പറായിരുന്നു. കഞ്ഞി സൂപ്പറായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു, നല്ല നല്ലതാണ്. അപ്പൊ അത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പം എല്ലാം അരിച്ചേട്ടൻ വീടെല്ലാം ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നമ്മുടെ യാത്ര, പിന്നെ ഇവിടെ വന്നു, വീട് എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ വരുമ്പോ ഒരു കുറച്ചു നേരം എടുക്കുന്നു സെറ്റ് ആവാൻ വേണ്ടി അല്ലേ? അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ കുഞ്ഞിന്റെ നമ്മുടെ നൂലുകെട്ട് വരികയാണ് അല്ലെ? എപ്പോഴും അങ്ങനെ പറയത്തോളൂ, നൂലുകെട്ട് എപ്പോഴും ചോറ് കൊടുപ്പ് വരികയാണ്. അപ്പൊ അതിന്റെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ കാണുന്നവരെ
ബൈ.